കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ മൃതദേഹം DNA സാമ്പിൾ എടുത്ത ശേഷം ഇന്ന് വൈകിട്ടോ നാളെയോ കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകും. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാർവാർ ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത്. DNA ഫലം 2 ദിവസത്തിനകം ലഭിക്കും. DNA പരിശോധന നടത്തണമെന്ന് അർജുന്റെ കുടുംബവും ആവശ്യപ്പെട്ടിരുന്നു. അർജുന്റെ അസ്ഥിയുടെ ഒരു ഭാഗം എടുത്താണ് ലാബിലേക്ക് അയച്ചിരിക്കുന്നത്. മൃതദേഹ ഭാഗം കോഴിക്കോട്ടെ വീട്ടിലെത്തിക്കാനുള്ള ഉത്തരവാദിത്തം കേരള സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. അതേസമയം ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വികാരാതീതയായി അർജുന്റെ സഹോദരി അഞ്ജു എത്തി. എല്ലാവർക്കും നന്ദി അറിയിച്ചു. കുട്ടൻ എന്നാണ് അർജുനെ വീട്ടിൽ വിളിക്കുന്നത്. കുട്ടനെ തിരികെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഭർത്താവ് ജിതിൻ അന്ന് തൊട്ട് ഇന്ന് വരെ അവിടെ നിന്നതെന്ന് അഞ്ജു പറയുകയും ചെയ്തു. ഒരാൾക്ക് വേണ്ടി മാത്രം നന്ദി പറയുന്നില്ല, എല്ലാവർക്കും നന്ദി അറിയിച്ചാണ് അഞ്ജു രംഗത്തെത്തിയത്. അതേസമയം തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് നാളെ വിട്ടു നൽകുമെന്ന് ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ അറിയിച്ചു. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കർണാടക സ്വദേശികളായ ലോകേഷ്, ജഗന്നാഥൻ എന്നിവർക്കായി ഇന്നും തെരച്ചിൽ തുടരുകയാണ്. അർജുൻ ഓടിച്ചിരുന്ന ലോറി ഇന്ന് പൂർണ്ണമായും തന്നെ കരയിലേക്ക് കയറ്റും. ഇന്നലെ ക്രെയിനിലെ വടം പൊട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ കരയ്ക്ക് കയറ്റാനുള്ള ദൗത്യം അവസാനിപ്പിച്ചിരുന്നു. ലോറിയുടെ ക്യാബിനിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു അർജുന്റെ മൃതദേഹം കണ്ടെത്തിയത്. 72 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്നലെ ഉച്ചയോടെ തന്നെ ഗംഗാവാലി പുഴയിൽ നിന്ന് അർജുന്റെ മൃതദേഹം ലഭിച്ചത്. ജൂലൈ 16-ന് ദേശീയപാത 66-ൽ മംഗളൂരു ഗോവ റൂട്ടിലുണ്ടായ മണ്ണിടിച്ചിലിനാണ് അർജുനെ കാണാതായത്. മണ്ണിടിച്ചിലുണ്ടായ ആദ്യ ദിവസങ്ങളിലെല്ലാം ഷിരൂർ കുന്നിലും മണ്ണിടിഞ്ഞു വീണ ദേശീയപാതയിലുമായിരുന്നു തിരച്ചിൽ നടത്തിയത്. 8-ാം ദിവസമാണ് പുഴയിലേക്ക് കേന്ദ്രീകരിച്ചത്. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധരും പരിശോധനയ്ക്കിറങ്ങി. 1 കോടിയോളം രൂപ ചെലവഴിച്ച് കർണാടക സർക്കാർ ഗോവയിൽ നിന്നെത്തിച്ച ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് ലോറി പൊക്കിയെടുത്തത്. കരയിൽ നിന്ന് 60 കിലോമീറ്ററോളം അകലെ പുഴയുടെ ജലനിരപ്പിൽ നിന്ന് 12 മീറ്റർ ആഴത്തിലായിരുന്നു ലോറി. സോണാർ സിഗ്നൽ പരിശോധനകളിലൂടെ സ്ഥിരീകരിച്ചിരുന്നുവെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. അതേസമയം അർജുൻ തമിഴ്നാട് സ്വദേശിയായ മറ്റൊരു ലോറി ഡ്രൈവർ, സ്ഥലത്തെ ചായക്കടയുടമ ലക്ഷ്മണയും ഭാര്യയും മക്കളും തുടങ്ങിയവരുൾപ്പെടെ 8 പേരാണ് മണ്ണിടിച്ചിലിൽ മരണപ്പെട്ടത്. നിരവധി സമ്മർദ്ദങ്ങളും വെല്ലുവിളികളും കടന്ന് പല ഘട്ടങ്ങളിലായി നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ലോറി കണ്ടെത്തിയത്. ലോറിയുടെ ക്യാബിനാണ് ആദ്യം പുറത്തെത്തിച്ചത്. പിന്നീട് ലോറിയുടെ ക്യാബിൻ ഉയർത്തിയപ്പോഴാണ് ഉള്ളിൽ മൃതദേഹം ഉള്ളതായി കണ്ടെത്തിയത്. ഗംഗാവാലി പുഴയുടെ ഒഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് ലോറി പുറത്തെടുക്കാനായത്. രാവിലെ നടത്തിയ തിരച്ചിലിൽ കൂടുതൽ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. വേലിയിറക്ക സമയത്താണ് ലോഹഭാഗങ്ങൾ പുറത്തെത്തിച്ചത്. അർജുന്റെ ലോറിയായ ഭാരത് ബെൻസിന്റെ ബാക്ക് നമ്പറിന് സമാനമായ ഭാഗം ഡ്രഡ്ജറിങ്ങിൽ കണ്ടെത്തിയിരുന്നു. അതുപോലെ അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറിയുടെ ക്രാഷ് ഗാർഡാണെന്ന് സംശയിക്കുന്നതായി ലോറി ഉടമ പറയുകയും ചെയ്തു. നേരത്തെ തിരച്ചിലിൽ അർജുന്റെ ലോറിയിലേതെന്ന് സംശയിക്കുന്ന കയർ കണ്ടെത്തിയിരുന്നു. കയർ അർജുന്റെ ലോറിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാബിൻ തകർന്ന നിലയിലായിരുന്നു. അർജുനെ രക്ഷിക്കാനായില്ലെങ്കിലും അവശേഷിപ്പ് കുടുംബത്തെ ഏൽപ്പിക്കണമെന്ന നിർബന്ധത്തിലായിരുന്നു ലോറി ഉടമ മനാഫും സഹോദരി ഭർത്താവ് ജിതിനും. അമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിച്ചെന്നാണ് മനാഫ് പറയുന്നത്. എല്ലാവർക്കുമുള്ള ഉത്തരം ലഭിച്ചുവെന്ന് പറഞ്ഞ് വിങ്ങിപ്പൊട്ടുകയായിരുന്നു ജിതിൻ. അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ തുടങ്ങിയത് മുതൽ ജിതിൻ ഷിരൂരിലുണ്ട്. അർജുൻ തിരിച്ചു വരില്ലെന്ന് ഉറപ്പായിരുന്നു. എന്നാൽ എന്തെങ്കിലും അവശേഷിപ്പ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പ്രധാനമെന്നും ജിതിൻ പറഞ്ഞു.